മാധ്യമം ദിനപത്രത്തിന്റെ കുടുംബത്തിൽ നിന്നും 2013 ഫെബ്രുവരി 10 ആരംഭിച്ച മീഡിയ വൺ ടെലിവിഷൻ ചാനലിന് ഇന്ന് 1 വയസ്സ് പൂർത്തിയാകുന്നു. വാർത്തയും വിനോദവും ഒരുപോലെ നൽകുന്ന ഒരു ചാനലായിട്ടും ഒരു മുഴുവൻ സമയ വാർത്താ ചാനലിന്റെ ധർമ്മമാണ് കഴിഞ്ഞ വർഷം മീഡിയ വൺ നിർവഹിച്ചത്. മിതത്വവും പക്വതയും മീഡിയ വൺ അതിന്റെ മുഖമുദ്രയാക്കി മാറ്റി. ഗുണമേന്മയുള്ള മാധ്യമ പ്രവർത്തനം അതിന്റെ മുഖമായി സ്വീകരിച്ചു. കേരളത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ത് എന്ന് തിരിച്ചറിയാനുള്ള ശേഷി തെളിയിക്കുന്നതായിരുന്നു മീഡിയ വൺ എഡിറ്റോറിയൽ തെരഞ്ഞെടുത്ത ക്യാമ്പയിനുകൾ എല്ലാം. പരിമിതമായ ഭൂവിഭവമുള്ള കേരളത്തിൽ ബഹുരാഷ്ട്ര കുത്തകകൾ നീർത്തടങ്ങൾ വാങ്ങിക്കൂട്ടി നികത്തുന്ന വാർത്തയാണ് ആദ്യം ക്യാമ്പയിനായി മീഡിയ വൺ പുറത്തുകൊണ്ടുവന്നത്. എറണാകുളം ജില്ലയിലെ ചെങ്ങമനാട് വില്ലേജിൽ MRMGF എന്ന ബഹുരാഷ്ട്ര കുത്തക കമ്പനി നീർത്തടങ്ങൾ വാങ്ങി നികത്തുന്ന വാർത്തയായിരുന്നു അത്. ഇത് പെരിയാറിന്റെ കൈവഴിയായ ചെങ്ങമനാട് ചെങ്കൽത്തോട്. ഇതിന് പടിഞ്ഞാറ് വശമുള്ള 150 ഏക്കറോളം ഭൂമിയാണ് IT അനുബന്ധ വ്യവസായങ്ങൾക്കായി MRMGFന്റെ പേരിലുള്ള കൺസോർഷ്യം വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. വർഷങ്ങളായി ഈ കൃഷിയിടം തരിച്ചെടുക്കുക വഴി വലിയ ഭൂമി കച്ചവടത്തിന് തയ്യാറെടുക്കുകയാണ് കമ്പനി ഇപ്പോൾ. കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറയിൽ ഇരുമ്പയിര് ഖനനാനുമതി നൽകിയ വാർത്തയായിരുന്നു പിന്നീട് മീഡിയ വൺ പുറത്തുവിട്ടത്. ഈ വാർത്തയുടെ രാഷ്ട്രീയ പ്രാധാന്യം രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. ചക്കിട്ടപ്പാറ ഇരുമ്പയിര് ഖനനത്തിന് അനുമതി നൽകിയതിന് പിന്നിൽ വൻ കോഴ. മുൻ വ്യവസായ മന്ത്രി എളമരം കരീമിന്റെ ബന്ധു നൌഷാദിന്റെ ഡ്രൈവറുടേതാണ് വെളിപ്പെടുത്തൽ. MSPL കമ്പനി പ്രതിനിധികൾ നൽകിയ 5 കോടി രൂപ കരീമിന്റെ വീട്ടിലെത്തിച്ചത് താനെന്നും ഡ്രൈവർ സുബൈർ പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ കടലാടിപ്പാറയിലെ ബോക്സൈറ്റ് ഖനനാനുമതി സംബന്ധിച്ച വാർത്തയും ആദ്യം പുറത്തുവിട്ടത് മീഡിയ വൺ ആണ്. ഹാരിസൺ ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച സർക്കാരിന്റെ ഒത്തുകളി സംബന്ധിച്ച വാർത്തയും പുറത്തുവിട്ടത് മീഡിയ വൺ തന്നെയായിരുന്നു. ഹാരിസൺസ് മലയാളം പ്ലാന്റേഷൻ അനധികൃതമായി കൈവശം വെച്ച ഭൂമി ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് സർക്കാർ പ്രത്യേക സമിതിയെ നിയോഗിച്ചത്. സർവേ ഡയറക്ടർ MG രാജമാണിക്കിന്റെ നേതൃത്വത്തിലാണ് സംഘം പ്രവർത്തിക്കുന്നത്. എന്നാൽ HMLന്റെ കൈവശമുള്ള സർക്കാർ ഭൂമികളും കൈമാറ്റം ചെയ്തവയും തിരിച്ചുപിടിക്കണമെന്നാണ് സംഘത്തിന് നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നത്. പാട്ടക്കരാർ കഴിഞ്ഞ ഭൂമി ഏറ്റെടുക്കൽ സംഘത്തിന്റെ പ്രവർത്തന പരിധിയിൽ വരുന്നില്ല. കൊല്ലം ജില്ലയിൽ ചിലയിടങ്ങളിൽ നോട്ടീസ് നൽകിയതല്ലാതെ മറ്റു പ്രവർത്തനങ്ങളൊന്നും ഇതുവരെ നടത്തിയിട്ടുമില്ല. ദൃശ്യവിസ്മയം കൊണ്ട് ഇന്ദ്രജാലം സൃഷ്ടിക്കലല്ല, പുതിയൊരു ദൃശ്യ സംസ്കാരം രൂപപ്പെടുത്തുകയാണ് കഴിഞ്ഞ 1 വർഷം കൊണ്ട് മീഡിയ വൺ ചെയ്തത്. വ്യത്യസ്തതയുടെ ആദ്യ പ്രഖ്യാപനമായിരുന്നു ഞാൻ സ്ത്രീ എന്ന റിയാലിറ്റി ഷോ. സ്ത്രീയെ അലങ്കരിച്ച് പ്രദർശന വസ്തുവാക്കുന്ന ടെലിവിഷന്റെ നടപ്പുരീതികളുടെ പൊളിച്ചെഴുത്തായിരുന്നു മീഡിയ വൺ ഞാൻ സ്ത്രീയിലൂടെ നടത്തിയത്. നാടിന് വികസനവും സമ്മാനവും നൽകുന്ന ആദ്യത്തെ ടെലിവിഷൻ മെഗാ റിയാലിറ്റി ഷോ ഞാൻ സ്ത്രീ. ആട്ടവും പാട്ടിനും അപ്പുറം ഈ നാടിന്റെ പുനർനിർമ്മാണത്തിൽ ക്രിയാത്മകമായ പങ്ക് വഹിക്കാൻ സ്ത്രീകൾക്കാകുമെന്നും അത്തരം വിഷയങ്ങളും ടെലിവിഷൻ പ്രോഗ്രാമുകൾക്ക് വിഷയമാകാമെന്നും ഞാൻ സ്ത്രീയിലൂടെ ആദ്യമായി മലയാളി കണ്ടു. മലയാളം കണ്ട വ്യത്യസ്ത റിയാലിറ്റി ഷോയായ ഞാൻ സ്ത്രീ ഏഷ്യാവിഷൻ അവാർഡും ഫ്ലാഷ് ഓൺ സിനിമ TV അവാർഡും നേടി. വ്യത്യസ്തത ഓരോ പ്രോഗ്രാമിലും മീഡിയ വൺ തുടരുന്നു. കുട്ടികൾക്ക് അവരുടെ കുഞ്ഞു മനസ്സുകൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ള അന്വേഷണമാണ് തുള്ളി എന്ന സെമി ആനിമേറ്റഡ് പ്രോഗ്രാമിൽ എത്തിച്ചേർന്നത്. വിജ്ഞാനവും വിനോദവും സമന്വയിപ്പിച്ച തുള്ളി. കണ്ടോ, തുള്ളി കുറെ നാടുകളിൽ പോയി കുറെ കഥകൾ കാണുന്നു. അതിൽ ചിലതാ നമ്മളോട് പറയുന്നത്. 28 ദിവസമുള്ള മാസം ഏത്? ഫെബ്രുവരിയോ? ഫെബ്രുവരി അല്ല, ഫെബ്രുവരി. പുതുതലമുറയ്ക്കും പുത്തൻ ചിന്തകൾക്കും മീഡിയ വൺ നൽകുന്ന പ്രാധാന്യമാണ് അവാൻഗാർഡ്. മലയാളം ടെലിവിഷൻ ചരിത്രത്തിലെ ആദ്യത്തെ ഷോർട്ട് ഫിലിം റിയാലിറ്റി ഷോ. പുതിയ ചിന്തകൾ, വിപ്ലവകരമായ പുതിയ രീതികൾ എന്ന അർത്ഥമാണ് ഇറ്റാലിയൻ പദമായ അവാൻഗാർഡിനുള്ളത്. ഷോർട്ട് ഫിലിം എന്ന നൂതനമായ കലാസൃഷ്ടിയെ മൾട്ടിപ്ലക്സിൽ പ്രദർശിപ്പിച്ച് ഷോപ്പിംഗ് മാളിന്റെ പശ്ചാത്തലത്തിലിരുന്ന് സിനിമയിലെ പ്രശസ്തർ വിലയിരുത്തുന്ന ഈ പ്രോഗ്രാം വ്യത്യസ്തത കൊണ്ട് ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. കഴിഞ്ഞ വർഷം ദൃശ്യമാധ്യമങ്ങൾ ഏറ്റവും അധികം സമയം ചെലവഴിച്ചത് സോളാർ വിവാദം ചർച്ച ചെയ്യാനായിരുന്നു. വാർത്തകളും വസ്തുതകളും റിപ്പോർട്ട് ചെയ്യുമ്പോൾ സെൻസേഷണലിസത്തിന്റെ കെണിയിൽ വീഴാതിരിക്കാൻ മീഡിയ വൺ ശ്രദ്ധിച്ചു. ജനകീയ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഈ സമയം മീഡിയ വൺ ഉപയോഗപ്പെടുത്തി. ഇത് മാധ്യമങ്ങളെ ഗൗരവപൂർവ്വം കാണുന്നവരും സാധാരണക്കാരും മുക്തഖണ്ഡമായി മീഡിയ വണ്ണിനെ പ്രശംസിക്കുന്നതിന് കാരണമായി. സോളാർ കേസിൽ ശ്രീധരൻ നായരുടെ രഹസ്യമൊഴി പുറത്ത്. തട്ടിപ്പിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നുവെന്ന് രഹസ്യമൊഴിയിൽ പറയുന്നു.
11 പേജുള്ള രഹസ്യമൊഴിയാണ് VS നൽകുന്നതിനായി പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതി അഭിഭാഷകന് കൈമാറിയത്. മൊഴിയുടെ ആദ്യ ഭാഗങ്ങളിൽ സരിതയുമായുള്ള പരിചയവും സോളാർ പാനൽ സ്ഥാപിക്കുന്നതിനുള്ള കരാറിലേക്ക് നീങ്ങുന്ന സംഭവങ്ങളുമാണ് ശ്രീധരൻ നായർ വിവരിച്ചിരിക്കുന്നത്. മാധ്യമ സദാചാരത്തിന്റെ ഉദാത്ത മാതൃകയും മീഡിയ വൺ കഴിഞ്ഞ വർഷം കാഴ്ചവെച്ചു. ഒരു മുൻ മന്ത്രിക്കെതിരായ ലൈംഗികാപവാദത്തിന്റെ ദൃശ്യങ്ങൾ എല്ലാ ചാനലുകൾക്കും ലഭിച്ചപ്പോൾ മീഡിയ വൺ മാത്രം അത് പ്രക്ഷേപണം ചെയ്യാതെ മലയാളിയുടെ ധാർമ്മികതയെ ബഹുമാനിച്ചു. കബളിപ്പിച്ച് ചൂഷണം ചെയ്തതിലുള്ള വൈരാഗ്യം മൂലം താൻ ജോസ് തെറ്റേലുമായും മകനുമായുമുള്ള ലൈംഗിക ബന്ധം ക്യാമറയിൽ പകർത്തുകയായിരുന്നുവെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. തന്റെ പരാതി സത്യസന്ധമാണെന്നും കൂടുതൽ കാര്യങ്ങൾ വാർത്താസമ്മേളനം നടത്തി പിന്നീട് വിശദീകരിക്കാമെന്നും യുവതി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മീഡിയ വണ്ണിന്റെ പാചകപ്പുരയിൽ പച്ചമുളകിന് എരിവ് മാത്രമല്ല, എല്ലാ രസങ്ങളുമുണ്ട്. രുചി വൈവിധ്യങ്ങളുടെ കലവറയാണ് പച്ചമുളക്. മനം തുടിക്കും വിഭവങ്ങളുടെ വേറിട്ട രുചികളുടെയും കലവറ പച്ചമുളക്. ഒരല്പം എരിവും കുറച്ചു മധുരവുമുള്ള അതിഗംഭീരമായ നാടൻ മറുനാടൻ വിഭവങ്ങളുടെ പച്ചമുളക്. പേരിനുള്ള ഒരു ബഹളം മാത്രമേ ഉള്ളൂ. അതെ, സംഭവം വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. മത്തൻ ഷേക്ക് റെഡിയായി. ഇത്രയേ ഉള്ളൂ സംഭവം. നവരസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രസമാണ് ഹാസ്യരസം. ഹാസ്യരസം ചേർത്ത് വിഭവങ്ങൾ വിളമ്പുന്ന മീഡിയ വണ്ണിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പരിപാടി ക്യുക്കുംബർ സിറ്റി. കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരനായ അനീഷ് രവിയുടെ അവതരണം ക്യുക്കുംബർ സിറ്റിയുടെ രസക്കൂട്ടുകൾക്ക് രുചി കൂട്ടുന്നു. ഇതിലും ചെറുതായിട്ട് ഫിഷ് ഇനി കട്ട് ചെയ്യാൻ ഇന്ത്യയിൽ ഒരാളുണ്ടാവൂല. शाम को और सवेरे एक एक अंगूर खाता है. അനുസരണമുള്ള മനുഷ്യനെക്കാളും അനുസരണയും വിവരമുള്ളതാണ് എണ്ണകൾ. പ്രിയപ്പെട്ടവർക്ക് പ്രിയത്തോടെ മീഡിയ വൺ ഒരുക്കുന്ന വിഭവസമൃദ്ധമായ വിരുന്നാണ് ട്രീറ്റ്. ഈ വിഭവങ്ങൾക്ക് രുചി കൂട്ടുന്നതോ മാസ്റ്റർ ഷെഫ് അനിലിന്റെ പാചക വൈദഗ്ധ്യവും. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ വിതൗട്ട് എനി ഡൗട്ട് ഞാൻ പറയും കുക്ക് ചെയ്യുമ്പോഴാണെന്ന്. എന്റെ ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്നവരുടെ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. ഞാൻ ഷെഫ് അനിൽകുമാർ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്പെഷ്യൽ ഡേയ്സിൽ ട്രീറ്റുമായി ഞാൻ വരുന്നു. മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ മാധ്യമ നിരൂപകൻ ഡോക്ടർ യാസിൻ അഷ്റഫിന്റെ പ്രതിവാര വാർത്താ വിശകലന പരിപാടിയായ മീഡിയ സ്കാൻ ഏറെ ജനശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. ആഗോള പ്രാദേശിക മാധ്യമങ്ങളെയും സോഷ്യൽ മീഡിയയെയും ആഴത്തിൽ വിശകലനം ചെയ്യുന്ന ഈ പരിപാടി മീഡിയ വണ്ണിന്റെ ഏറ്റവും ജനപ്രീതിയുള്ള വാർത്താധിഷ്ഠിത പരിപാടിയാണ്. അറിഞ്ഞതും പറഞ്ഞതും ആഘോഷിച്ചതും തമസ്കരിച്ചതും വരിയിലും വരികൾക്കിടയിലും കേട്ടതിന്റെ രാഷ്ട്രീയവും അരാഷ്ട്രീയവും ആഗോള മാധ്യമ വിശകലനങ്ങളുടെ അരമണിക്കൂർ മീഡിയ സ്കാൻ. വാർത്തയിലെ വ്യക്തികളെ, അവരുടെ നിലപാടുകളെ ചാട്ടുളി ചോദ്യങ്ങളിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിൽ അനാവരണം ചെയ്യുന്ന അഭിമുഖ പരിപാടി വ്യൂ പോയിന്റ്. വാർത്ത സൃഷ്ടിക്കുന്നവരെ അനാവരണം ചെയ്യുക മാത്രമല്ല, ചിലപ്പോൾ ഈ അഭിമുഖങ്ങൾ തന്നെ വാർത്തയായി മാറും. വ്യൂ പോയിന്റിന്റെ അവതരണ മികവിലൂടെ ഇതിനകം 2 അവാർഡുകൾ ഗോപികൃഷ്ണൻ സ്വന്തമാക്കി. മുഖം നോക്കാതെ, പക്ഷം പിടിക്കാതെ, കാഴ്ചപ്പാടുകൾ വിലയിരുത്തി പ്രതിസന്ധിയില്ലല്ലോ. ഉണ്ടാകുമായിരുന്നില്ല. വ്യൂ പോയിന്റ്. ടെലിവിഷൻ റിപ്പോർട്ടിംഗിന്റെ ചടുലതയ്ക്കിടയിൽ കാണാതെ പോകുന്ന കാഴ്ചകളിലേക്ക് മീഡിയ വൺ റിപ്പോർട്ടർമാർ പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. റിപ്പോർട്ടേഴ്സ് ഡയറി. കയ്യേറ്റങ്ങൾ കൊണ്ടും മാലിന്യങ്ങളാലും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ മാമ്പുഴ. പാൻ മസാലകളിലെ പ്രധാന ചേരുവ എന്ന കാരണത്താൽ അടക്ക നിരോധിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രദേശമായിരുന്നു കൊല്ലം ജില്ലയിലെ ചൂരൽപൈക. ആത്മീയതയുടെ പുലർവെട്ടമാണ് ആത്മം. ആത്മീയ കഥകളും ആചാര്യന്മാരും പുലരിയെ പുണ്യമാക്കാൻ മീഡിയ വണ്ണിന്റെ വേദിയിലെത്തുന്നു ആത്മത്തിലൂടെ.
കാർഷിക പരിപാടികളുടെ പതിവ് രീതികളും കാഴ്ചകളും ഞാറ്റുവേല മാറ്റിയെഴുതി. ഒരു വിളയ്ക്കു വേണ്ടി മണ്ണൊരുക്കി, വിത്തു വിതച്ച്, വിള കൊയ്ത് അത് വിപണിയിൽ എത്തിക്കുന്നതുവരെ ഞാറ്റുവേലയുടെ ഓരോ എപ്പിസോഡിലും പ്രതിപാദിക്കുന്നു. കള്ളിമുൾ ചെടിയുടെ പരിചരണത്തിലൂടെ മുള്ളിനേക്കാൾ മൂർച്ചയുള്ള ജീവിത വിജയം നേടിയ 2 കർഷകരെ ഞാറ്റുവേലയുടെ ഈ ലക്കം പരിചയപ്പെടാം. ഒപ്പം അവയുടെ കൃഷിരീതികളും വാണിജ്യ സാധ്യതകളും. ഒരു നാടിന് പുതിയ സ്വപ്നങ്ങളും സിരകളിൽ പുതുരക്തവും നൽകിയ ഗൾഫ് പ്രവാസത്തെക്കുറിച്ച്. ഇതിൽ മലയാളിയുടെ ദുഃഖങ്ങളെയും സ്വപ്നങ്ങളെയും കുറിച്ച് ആരും പറയാത്ത കഥകൾ. വേരുകളെല്ലാം അറുത്തിട്ടും പൂക്കുന്ന നീർമാതളമാണ് പ്രവാസം. വാർത്തകളുടെ മറുവശങ്ങളും ആഴത്തിലുള്ള സത്യങ്ങളും തേടിയുള്ള മീഡിയ വണ്ണിന്റെ പ്രതിവാരാന്വേഷണം ട്രൂത്ത് ഇൻസൈഡ്. ഇന്ത്യയൊട്ടാകെയുള്ള അഴിമതിയും മനുഷ്യാവകാശ ലംഘനവും വികസന പ്രശ്നങ്ങളും ആഴത്തിൽ അനാവരണം ചെയ്യും. ഇടുക്കിയിലെ ബാലപീഡന കഥകൾ അവസാനിക്കുന്നില്ല. മുൻപ് പട്ടിയുടെ കൂട്ടിൽ കെട്ടിയിട്ട് വളർത്തിയ 3 വയസ്സുകാരൻ അമലിനെ നമ്മൾ മറന്നു കാണാൻ വഴിയില്ല. ബാലപീഡനങ്ങൾ തുടരുകയാണ്. മലയാളം ടെലിവിഷനിലെ ഒരേ ഒരു കൾച്ചറൽ മാഗസിൻ ആഡ് ബീറ്റ്സ് കലയുടെയും സംസ്കാരത്തിന്റെയും സാഹിത്യത്തിന്റെയും വിശേഷങ്ങൾ ഓരോ ആഴ്ചയിലും പ്രേക്ഷകർക്ക് മുമ്പിലെത്തിക്കുന്നു. താൻ ജീവിതത്തിൽ അനുഭവിച്ച സുഖദുഃഖങ്ങളെ കവിതയിലൂടെ അദ്ദേഹം അയവിറക്കുന്നു. വിദ്യാർത്ഥികൾക്കും തൊഴിലന്വേഷകർക്കും മാർഗദർശിയായി ഒരു തൊഴിൽ വിദ്യാഭ്യാസ പ്രോഗ്രാം പടവുകൾ. നിങ്ങൾക്ക് ഫാഷനിൽ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഇഫ് യു ഹാവ് എൻ ഐ ഫോർ ഫാഷൻ, initially as all the parents say, be a lawyer or be a scientist, be an engineer. ദൃശ്യവസന്തത്തിന്റെ പോയ ഒരു വർഷം മീഡിയ വൺ മഹോത്സവങ്ങളാക്കി. സത്യത്തിൽ പറഞ്ഞാൽ നീ എന്നെ പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഓണം തിരുവോണം That was a good film for me to project myself in Malayalam. പുഞ്ചിരിപ്പൂവിലത്തേൻ പോലെ മലരൊളിയേ മന്ദാരമലരേ. One of my favorite is Nendrangga chips. വരുമ്പോഴെല്ലാം ആ ഹീറോ സ്റ്റാൻഡ് കൊണ്ട് കാരണം മലയാളം ഫിലിംസിലൂടെ റീമേക്ക് ആണ് തബല എൻ്റെ ജീവിതം. രുചി വൈവിധ്യങ്ങളുടെ പെരുന്നാൾ അടുക്കള. ഇത്രയേറെ കേക്കുകൾ. ഫിനാൻസ് മിനിസ്റ്റർ കുട്ടിയമ്മയാണ്. മലയാളത്തിലെ ആദ്യത്തെ ഹെൽത്ത് ട്രാവലോ സ്റ്റെതസ്കോപ്പ് സാധാരണ ആരോഗ്യ പരിപാടികളിൽ നിന്ന് വ്യത്യസ്തമായി രോഗത്തിന്റെയും ചികിത്സയുടെയും എല്ലാ വശങ്ങളെയും കുറിച്ച് ഈ പരിപാടിയിൽ പ്രതിപാദിക്കും. വൈപ്പർ കടിച്ച സാധാരണഗതിയിൽ ഒരു വെയിനിലേക്കാണ് പോകണമെങ്കിൽ അപ്പം തന്നെ ബോധം കിട്ടും. പിന്നെ കുറച്ച് പേടിച്ചിട്ടും ആൾക്കാർ ബോധം കിട്ടു പോകാറുണ്ട്. ഗർഭിണിക്ക് ഇഷ്ടമുള്ള ആഹാരം കൊടുക്കാൻ നോക്കൂ. ദൈവത്തെ ഓർത്ത് പോഷകം മാത്രം ശ്രദ്ധിക്കല്ലേ. ലോക വാർത്തകളെ ആഴത്തിൽ വിശകലനം ചെയ്യുന്ന പ്രതിവാര വാർത്താധിഷ്ഠിത പരിപാടി വേൾഡ് വിത്ത് അസ് ലോക രാഷ്ട്രീയത്തെ, നയതന്ത്രത്തെ, സംസ്കാരത്തെ പ്രേക്ഷകർക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നു.
ഇടത് രാഷ്ട്രീയത്തിന്റെ കുരുക്ഷേത്രത്തിൽ ചർച്ച ചെയ്യുന്നത് നമോവിചാർ മഞ്ചിനെ CPM സ്വീകരിച്ചതിന് പിന്നിലുള്ള രാഷ്ട്രീയ തന്ത്രമെന്ത്. വിഷയങ്ങളെ ആഴത്തിൽ പരിശോധിക്കുന്ന ടോക്ക് ഷോ കേരള സമ്മിറ്റ്. ഒരു ചോദ്യം ചോദിക്കാനുള്ളൂ. ഏറ്റവും കൂടുതൽ വിദഗ്ധരുടെ പാനലും ചടുലമായ അവതരണവും മികച്ച ദൃശ്യ ശബ്ദവിന്യാസവും കേരള സമ്മിറ്റിനെ പ്രേക്ഷകരുടെ പ്രിയ ടോക്ക് ഷോ ആക്കി മാറ്റി. തെരഞ്ഞെടുത്ത വിഷയങ്ങളുടെ കാലിക പ്രസക്തിയും വ്യത്യസ്തതയുമാണ് കേരള സമ്മിറ്റിനെ സമാന പരിപാടികളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. സിനിമാ നിരൂപണങ്ങളുടെ പതിവ് രീതിയെ മാറ്റിമറിച്ച പരിപാടിയാണ് സെൻസർ ബോർഡ്. സിനിമയ്ക്ക് സമൂഹത്തോട് കടപ്പാടുണ്ടെന്നും വ്യക്തമായ സൗന്ദര്യബോധമുണ്ടെന്നും സെൻസർ ബോർഡ് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഏതൊരു കെട്ടുകഥയെക്കാളും ഭ്രമാത്മകമാണ് ജീവിതം എന്ന് നമ്മെ അനുഭവിപ്പിച്ച കല സിനിമ. ഒരു ടൈം മെഷീൻ പോലെ മനുഷ്യൻ്റെ ഭൂതകാലത്തിലേക്കും ഭാവിയിലേക്കും ആനയിക്കുന്ന കല സിനിമ. സിനിമയിലെ ചരിത്രം, സംസ്കാരം, രാഷ്ട്രീയം, സാമൂഹിക ജീവിതം, സൗന്ദര്യം, വിനോദം എന്നിവയിലൂടെ ഒരു സഞ്ചാരം. സിനിമാ സംഗീതത്തിന്റെ പൂക്കൂടകളാണ് ഇസൈ, ഈണം, ആവാസ് എന്നീ പ്രോഗ്രാമുകൾ. മലയാളം, തമിഴ്, ഹിന്ദി ഗാനങ്ങളുടെ അവതരണത്തിലുള്ള പ്രത്യേകതയാണ് ഈ പരിപാടികളെ ശ്രദ്ധേയമാക്കിയത്. വ്യത്യസ്തമായ നായകസങ്കല്പവും പഴമയുടെ പുനരാവിഷ്കാരവും പ്രേക്ഷകർക്ക് പുതിയ അനുഭവമായി. AR റഹ്മാന്റെ സംഗീതത്തിൽ ആശാ ഭോസ്ലെയും ഉദിത് നാരായണനും ചേർന്നാലപിച്ച മനോഹരമായൊരു ഗാനമാവട്ടെ. ഉണ്ണിമേനൻ എന്ന ഗായകൻ പാടിയ പാട്ടുകൾ എണ്ണത്തിൽ കുറവായിരിക്കാം. മഴനീർത്തുള്ളികൾ നിൻ തനുനീർമുത്തുകൾ. ഗൾഫ് ജീവിതത്തിന്റെ തുറന്ന വേദിയാണ് ടീ ടോക്ക്. ഒരു ചായ കുടിക്കുന്നത് പോലെ സുന്ദരമാണ് ടീ ടോക്ക്. ഗൾഫ് മലയാളികൾക്ക് ഏറെ സുപരിചിതനായ ക്രിസിന്റെ സുന്ദരമായ അവതരണം ടീ ടോക്കിനെ ഏറെ ശ്രദ്ധേയമാക്കുന്നു. ജീവിക്കുന്ന ലോകം പ്രവാസം വിട്ടേച്ചു പോകുന്ന നാട്, ഇതേക്കുറിച്ച് പരദേശികളുടെ തുറന്നു പറിച്ചു. ഇവിടെ ഒരു ഏകാന്തവാസമാണ്. ഒരു അബദ്ധമാണല്ലോ നിഷ ചെയ്തത്. ബിസിനസ് ചെയ്യാൻ പോകുന്ന ഒരു സ്ത്രീ. ചുടുചായക്കൊപ്പം അവൻ പങ്കുവെക്കുന്ന വിചാരങ്ങൾ. കുടുംബ സദസ്സുകളുടെ പ്രിയ സീരിയൽ ഭാർഗവി നിലയം ലേഡീസ് ഉള്ളി നമുക്ക് മുന്നിൽ എത്തുന്നത് നർമ്മത്തിൽ ചാലിച്ച് ചില ജീവിത യാഥാർത്ഥ്യങ്ങളുമായാണ്. എല്ലാ മരുമക്കളും അമ്മാവിയമ്മമാരിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന ഒരു നമ്പരാണ് PSC. ഒന്നിനെ കരയിലെത്തിക്കുമ്പോ മറ്റേത് കൊളത്തി. അതൊക്കെ പറയാൻ ഞാൻ ഇവിടെ ഉണ്ട്. വേറെ ആരും ബുദ്ധിമുട്ടണമെന്നില്ല. ഗതികെട്ടവൻ പുല്ലും തിന്നും. ഒരു 20 ലക്ഷത്തിന്റെ ചെക്കും 100 പവനും കണ്ടാലേ അവൾ അവനെയല്ല എന്നെ പോലും ഉപേക്ഷിക്കും. ലേഡീസ് ഓൺലി. മീൻ വിൽപ്പനക്കാരൻ മൂസക്കയുടെ ജീവിത വീക്ഷണങ്ങളും പ്രാരാബ്ധങ്ങളും എല്ലാവരും തിരിച്ചറിയും. കാരണം മൂസക്ക നമ്മളിൽ ഒരാളാണ്. ഇവിടെയുള്ളോല് കഴിച്ചതിന്റെ എച്ചിലും ചപ്പും ചവറും ഒന്നും പുറത്ത് കളയാൻ പാടില്ല. അല്ല, അതാ കുടുംബശ്രീക്കാരെ എടുത്തുണ്ടായിക്കോളല്ലോ. ഇവിടെ കിടന്ന് ചീഞ്ഞ് നാറുമല്ലോ. കൊടുക്കൂല. ഇപ്പൊ ഈ തിന്നുന്ന കോയിന്റെ എല്ലും തോലും ഒക്കെ മാണം. അപ്പൊ ജി എല്ലാം തിന്നാ പോണേ. നിങ്ങളൊന്ന് പോയായിരുന്നേ. പഠിച്ചോനെ, ചികിത്സിച്ചാലും മാറാത്ത സ്റ്റേജൊക്കെ കഴിഞ്ഞെന്ന് തോന്നണല്ലോ. എന്റെ പാത്തോ ഈ പെരനൊരു ഞെളിയമ്പരം ആക്കുവോ? ഓ, നിങ്ങളൊന്നും ഇങ്ങോട്ട് നോക്കി. കിട്ടുന്ന മാലിന്യങ്ങൾ മുഴുവൻ കൂട്ടി വെക്കണം. പെട്ടെന്ന് എച്ചിൽ, ചീഞ്ഞലിഞ്ഞ ഇറച്ചി, മീനും മുള്ളും, പഴകി പുളിച്ച കറികൾ, കെട്ടുപൊയ്ത്ത പച്ചക്കറികൾ, ഹോ എല്ലാം കൂടി ദിവസം 10 കിലോ വേസ്റ്റ് കിട്ടിയ കുസാലായി. നിങ്ങളെന്താ മനുഷ്യ അന്തം വിട്ട് കുന്തമണിയമായി നിൽക്കണേ? ഗസലിന്റെ സംഗീത സാമ്രാജ്യത്തിന്, അനശ്വരമായ സംഗീത ചക്രവർത്തിമാർക്ക് മീഡിയ വൺ നൽകുന്ന പ്രണാമമാണ് ഖയാൽ. അനുപമമായ സംഗീതം, ഉത്തരേന്ത്യൻ സംഗീതജ്ഞരുടെ പശ്ചാത്തല സംഗീതം, വ്യത്യസ്തമായ രംഗവിധാനം, ഇതെല്ലാം മീഡിയ വണ്ണിന്റെ ഖയാലിനെ വ്യത്യസ്തമാക്കുന്നു. जहाँ चलेगा मेरा साया साथ होगा, तो जहाँ
ഇത് ഒരു ഋതു പരിവർത്തനമാണ്. ഈ മികവ് കൊണ്ടും വ്യത്യസ്തത കൊണ്ടുമാണ് ഏറ്റവും നല്ല സംഗീത പരിപാടിക്കുള്ള ബാബുരാജ് അവാർഡിന് ഖയാൽ അർഹമായത്. ഉൻകി ആँखों में खुदा जाने क्या क्या जादू. മാപ്പിളപ്പാട്ടിന്റെ സാംസ്കാരിക തനിമയാണ് 14-ാം രാവ്. കാലത്തിന്റെ കുത്തൊഴുക്കിൽ കലരാതെ, മാപ്പിളപ്പാട്ടിന്റെ മധുരം ചോരാതെ, പാട്ടിന്റെ പനിനീരിനെ മീഡിയ വൺ കൈക്കുമ്പിളിൽ ഒതുക്കുന്നു. വാശിയേറിയ മത്സരവും ഒന്നിനൊന്നും മികച്ച പ്രകടനവുമായി പുഴയിലൂടെ, പുഴയൊഴുകുന്ന വഴികളിലൂടെ, സംസ്കാരത്തിൻ്റെ പഴയ കാവൽമാടങ്ങളും ഇന്നിൻ്റെ ജീവിത ചിത്രങ്ങളും തേടിയുള്ള ഒരു യാത്ര, ഒരു സംഗീതയാത്ര. മലയാളത്തിലെ ആദ്യത്തെ മ്യൂസിക്കൽ ട്രാവലോഗ്. ഒഴുകും പുഴയ്ക്കെന്ത് ശേലാണ്, ഒഴുകും പുഴയ്ക്കെന്ത് ശേലാണ്, എൻ്റെ കരളിൻ കരകളെ പുൽകിപ്പുണർന്നിന്ന് ഒഴുകും പുഴയ്ക്കെന്ത് ശേലാണ്. പിച്ചവച്ചെന്നെ നടത്തിച്ച പൂമണൽ തിട്ടകൾ. മീഡിയ വൺ വാർത്തയുടെ ദിശയും ചേരുവകളും മലയാളി അംഗീകരിച്ചു എന്നതിന് തെളിവാണ് ഈ കുറഞ്ഞ കാലയളവിൽ അതിന് ലഭിച്ച സ്വീകാര്യത. വാർത്തയിലെ മിതത്വവും പക്വതയും മാത്രമല്ല, കാണാതെ പോയ വാർത്തകൾ കണ്ടെത്താനുള്ള മീഡിയ വൺ ടീമിന്റെ ത്വരയും വരും കാലങ്ങളിൽ ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഏറെ കടമ്പകളുണ്ട് മുന്നോട്ടു പോകാൻ. നൂതനമായ ഒരു ചിന്തയും ഒറ്റ ദിവസം കൊണ്ട് സ്വീകരിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. ഉറച്ച വിശ്വാസത്തോടെ ഞങ്ങൾ മുന്നേറുകയാണ് പുതിയൊരു മാധ്യമ സംസ്കാരം രൂപപ്പെടുത്താൻ. മീഡിയ വൺ, നേര്, നന്മ.